തന്റെ വീട്ടുജോലിക്കാരിയെ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ സഹായിച്ച് കേരളത്തിൽ നിന്നുള്ള നിക്ഷേപകൻ. സിറോദയിൽ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാനാണ് നിക്ഷേപകനായ സുദീപ് വീട്ടുജോലിക്കാരിക്ക് അവസരമൊരുക്കിയത്. തുടർന്ന് അവർ മികച്ച ലാഭമുണ്ടാക്കിയതായും സുദീപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. എന്നാൽ സുദീപിനെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പ്രതികരണങ്ങളാണ് ഇതിന് പിന്നാലെ എത്തിയത്. സിറോദയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാൻ തന്റെ വീട്ടുജോലിക്കാരിയെ സഹായിച്ചത് താനാണെന്ന് സുദീപ് വ്യക്തമാക്കി. തുടർന്ന് അവർ വിവിധ സ്മോൾ മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ 1,00,000-ലധികം രൂപ നിക്ഷേപിച്ചു. ഒരു മാസത്തിനുള്ളിൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ 30% വളർച്ചയുണ്ടായി. അതിന്റെ മൂല്യം 1.28 ലക്ഷമായി ഉയർത്തി. എങ്കിലും സുദീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ചിലർ ഈ നേട്ടത്തെ പ്രശംസിച്ചും സുദീപിന് അഭിനന്ദനങ്ങൾ അറിയിച്ചും രംഗത്തെത്തി. എന്നാൽ മറ്റു ചിലർ വിപണിയിലെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകളാണ് പങ്കുവച്ചത്. വിപണിയിലെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചറിയാതെ അതിലേക്കിറങ്ങിയാലുള്ള അപകട സാധ്യതകളെക്കുറിച്ചാണ് ഇക്കൂട്ടർ പങ്കുവച്ചത്. എന്നാൽ ഈ വിമർശനങ്ങൾക്കെതിരെ സുദീപ് മറുപടിയുമായി രംഗത്തെത്തി. വീട്ടുജോലിക്കാരിയുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടായിരുന്നു ഇത്. അവർ നിക്ഷേപിച്ച കൃത്യമായ തുകയും അതിന്റെ ഫലമായുണ്ടായ മൂല്യവർധനയും കണക്കാക്കുന്നതായിരുന്നു സുദീപിന്റെ പോസ്റ്റ്. അവരുടെ ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്നതായും സുദീപ് പോസ്റ്റിൽ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ളവരെ നിക്ഷേപ സാധ്യതകളിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ താൽപര്യപ്പെടുന്നതായും സുദീപ് അറിയിച്ചു. എങ്കിലും ഈ ലളിതമായ നിക്ഷേപ പ്രവർത്തനം ഒരു വിവാദ വിഷയമായി മാറുകയായിരുന്നു. സുദീപിനെതിരെ വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ ചിലർ രംഗത്തെത്തുകയായിരുന്നു. ചെറുതും ഇടത്തരവുമായ സ്റ്റോക്കുകൾ പലപ്പോഴും ഉയർന്ന വരുമാനം നൽകുമ്പോൾ അവ കാര്യമായ ചാഞ്ചാട്ടത്തോടെയാണ് വരുന്നത്. ഇത് വലിയ ക്യാപ് സ്റ്റോക്കുകളുമായോ മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള സുരക്ഷിത നിക്ഷേപ ഓപ്ഷനുകളുമായോ താരതമ്യപ്പെടുത്തുമ്പോൾ അപകട സാധ്യതയുള്ള തിരഞ്ഞെടുപ്പായി മാറുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സുരക്ഷിതമായ വഴികൾ സുദീപിന് ശുപാർശ ചെയ്യാമായിരുന്നുവെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ സുദീപ് ഇതിനും മറുപടി നൽകുകയായിരുന്നു. താൻ 16 വർഷമായി ഈ വിപണിയിലുള്ളയാളാണ്. റിസ്കുകളും റിവാർഡുകളെയും കുറിച്ച് അറിയാം. ആ സ്ത്രീ കഴിഞ്ഞ 20 വർഷമായി തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നു. അതിനാൽ അവരുടെ നേട്ടത്തിൽ അഭിമാനിക്കുന്നതായും സുദീപ് വ്യക്തമാക്കി. തന്റെ വീട്ടുജോലിക്കാരെ സ്റ്റോക്ക് നിക്ഷേപങ്ങളിലേക്ക് പരിചയപ്പെടുത്തി അവർക്ക് മികച്ച വരുമാന മാർഗമുണ്ടാക്കുക എന്നതായിരുന്നു സുദീപിന്റെ ഉദ്ദേശമെങ്കിലും സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ സാമ്പത്തിക സാക്ഷരത, അപകട സാധ്യത, വിപണിയിൽ പരിചയമില്ലാത്ത ഒരാൾ അത് കൈകാര്യം ചെയ്താലുണ്ടാകുന്ന അപകട സാധ്യതകൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങൾ ഉയർന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.